ദിവസം സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ചാ വാർത്തയായിരുന്നു മഞ്ജു വാര്യരും മീനാക്ഷി ദിലീപും ഇൻസ്റ്റാഗ്രാമിൽ പരസ്പരം ഫോളോ ചെയ്യുന്നുവെന്ന വാർത്ത. ഇക്കാര്യം പുറത്തു വന്നതോടെ ആരാധകരും വളരെ സന്തോഷത്തിലായിരുന്നു. അമ്മയും മകളും തമ്മിലുള്ള അകലം കുറയുകയാണെന്ന പ്രതീക്ഷയിലായിരുന്നു ആരാധകർ. എന്നാൽ ഇപ്പോൾ മീനാക്ഷി ഫോളോ ചെയ്യുന്നവരുടെ ലിസ്റ്റിൽ മഞ്ജു വാര്യരെ കാണാനില്ല. എന്നാൽ മഞ്ജു ഇപ്പോഴും മീനാക്ഷിയെ ഫോളോ ചെയ്യുന്നുണ്ട്. കുറച്ച് ദിവസങ്ങളായി മീനാക്ഷിയെ കുറിച്ച് തന്നെയാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ചകളൊക്കെ. മുൻപത്തേക്കാൾ കൂടുതൽ സോഷ്യൽ മീഡിയയിൽ സജീവമാണ് മീനാക്ഷി. MBBS പഠിക്കുകയായിരുന്ന മീനാക്ഷി അടുത്തിടെയാണ് ഡോക്ടറായത്. മകൾക്കൊപ്പമുള്ള ഫോട്ടോ പങ്കുവച്ച് ദിലീപ് തന്നെയാണ് ഈ ചിത്രം പങ്കുവച്ചത്. ദൈവത്തിന് നന്ദി, ഒരു സ്വപ്നം യാഥാർത്ഥ്യമായിരിക്കുന്നു. എൻ്റെ മകൾ മീനാക്ഷി ഡോക്ടറായിരിക്കുന്നു. അവളോട് സ്നേഹവും ബഹുമാനവും എന്നാണ് ബിരുദദാനത്തിന് ശേഷം സർട്ടിഫിക്കറ്റുമായി നിൽക്കുന്ന മീനാക്ഷിയുടെ ചിത്രം പങ്കുവച്ച് ദിലീപ് കുറിച്ചത്. മീനാക്ഷിയെക്കുറിച്ച് എപ്പോഴും സ്നേഹത്തോടെ മാത്രമാണ് ദിലീപ് സംസാരിക്കാറുള്ളത്. മീനാക്ഷിക്ക് അച്ഛനോട് തിരിച്ചും ആ സ്നേഹം തന്നെയാണ്. 1998 മഞ്ജുവും ദിലീപും വിവാഹിതരാകുന്നത്. 2014 ഔദ്യോഗികമായി വിവാഹമോചിതരാകുന്നത്. മീനാക്ഷി ദിലീപിനൊപ്പമാണ് നിൽക്കുന്നത്. അച്ഛനൊപ്പം മീനാക്ഷി പല പരിപാടികളും വരാറുണ്ട്. മഞ്ജു വാര്യരും മീനാക്ഷിയും ഒരുമിച്ചുള്ള ഫോട്ടോ പോലും കാണാറില്ല. മഞ്ജുവുമായി വേർപിരിഞ്ഞ ശേഷം ദിലീപ് കാവ്യ മാധവനെ വിവാഹം ചെയ്തിരുന്നു. കാവ്യയും മീനാക്ഷിയും ഒരുമിച്ച് പല ചടങ്ങുകൾക്കും എത്താറുണ്ട്. ഇരുവരും നല്ല ബന്ധത്തിലാണ്. എന്തുകൊണ്ടാണ് മഞ്ജു മീനാക്ഷിയും അകലം പാലിക്കുന്നത് എന്നാണ് ആരാധകർ ചോദിക്കുന്നത്. രണ്ടുപേരും കാണാറില്ലേ? ഒരുമിച്ച് ചിത്രങ്ങളെങ്കിലും പങ്കുവെച്ചുകൂടെ എന്നിങ്ങനെയുള്ള സംശയങ്ങളും ചോദിക്കാറുണ്ട്. ദിലീപുമായുള്ള വിവാഹത്തിന് ശേഷം സിനിമയിൽ നിന്നും ബ്രേക്ക് എടുത്ത മഞ്ജു വിവാഹമോചനത്തിന് ശേഷം അഭിനയത്തിലേക്ക് തിരിച്ചെത്തുകയായിരുന്നു. വൻ സ്വീകാര്യത തന്നെയാണ് ലഭിച്ചത്. സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് താരം. MBBS ബിരുദദാനത്തിന് ശേഷം മീനാക്ഷി പങ്കുവച്ച ചിത്രത്തിന് നിരവധി താരങ്ങൾ കമന്റുമായി എത്തിയിരുന്നു. രജിഷ വിജയൻ, സിത്താര കൃഷ്ണകുമാർ, സനുഷ എന്നിങ്ങനെ നിരവധി പേരാണ് അഭിനന്ദിച്ചത്. മീനാക്ഷി മറുപടിയും നൽകിയിട്ടുണ്ട്. എന്നാൽ ചിലർ മഞ്ജുവിനെ കുറിച്ചാണ് കമന്റ് ഇട്ടത്. ഈ അവസരത്തിൽ മഞ്ജുവിനെ ഓർക്കണമെന്ന് ചിലർ കമന്റ് ചെയ്തിരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.